എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 21 തീയതി 7/10/2025. ഇന്നത്തെ നമ്മുടെ ദിവസഫലം നോക്കാം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വയ്ക്കാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ ഹോരാഫലം. ചൊവ്വയ്ക്കാണ് ഇന്ന് ബലം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വ വളരെ നല്ല ബലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് ആദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. മേടക്കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പല പ്രതീക്ഷകളും കൈവരുന്ന ദിവസമാണ്. സഹായഹസ്തങ്ങൾ നീണ്ടുവരുന്ന ദിവസമാണ്. വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നവർക്ക്, വലിയ തുറമുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സാമ്പത്തിക സഹായം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ശാരീരികമായി ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണ രീതി വളരെ നിയന്ത്രിക്കുകയും ഭക്ഷണത്തിൽ പ്രത്യേകമായും പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഗ്രഹാന്തരീക്ഷം ശാന്തമായിരിക്കും. ഗ്രഹത്തിൽ വളരെ ശാന്തമായ പല നല്ല കാര്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നേക്കാം. ഭൂമി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവർ ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. അതേപോലെ ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ പണിയുന്നവർക്കും അന്യ സംസ്ഥാന തൊഴിലാളിയെ വെച്ച് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ചില മാനസിക പ്രയാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആപത്കരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനായി സാധ്യത കാണുന്നു. എല്ലാത്തിനും ഈശ്വര പ്രാർത്ഥനയാണ് അനിവാര്യമായത്. വളരെ ഭക്തിയോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ഏത് ദുഷ്കരമായ സന്ദർഭങ്ങളും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാം നല്ലതായി ഭവിക്കട്ടെ. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെ കാണുന്നുവെങ്കിലും ചില കഷ്ടനഷ്ടങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ധനം വന്നു ചേരാൻ സാധ്യത വളരെ ഉണ്ടെങ്കിലും അതിലേറെ ചിലവും പ്രതീക്ഷിക്കാം. ഗ്രഹത്തിലുള്ള ചില വീട്ടുപകരണങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾക്ക്, വീടിന് ഒക്കെ ചില കേടുപാടുകൾ സംഭവിക്കുവാനും വൃക്ഷങ്ങൾ മൂലം ശല്യമുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുഫലം ഇങ്ങനെയാണ്. വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. കേസ് വഴക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. അതേ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ, അഭിനന്ദനാർഹമായ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഭൂമി വാങ്ങുന്നതിനുള്ള തീരുമാനം എടുക്കാൻ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല. കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ശാന്തമായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ജോലി ഭാരം കുറഞ്ഞിരിക്കും.
അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ദിവസമായിരിക്കും. അതേപോലെ വീട്ടിലുള്ള ആൾക്കാരുമായി പങ്കാളിയുമായും ഒക്കെ വളരെ നല്ല രമ്യതയിൽ പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾ, ഹോട്ടൽ ഫീൽഡ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. മത്സ്യബന്ധനം, കാർഷിക രംഗം തുടങ്ങിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. പൊതുവെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉറ്റവരിൽ ചിലർ വളരെ പരുഷമായി പെരുമാറുന്നത് കൊണ്ട് മാനസികമായി കുറച്ച് സംഘർഷങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ജോലിഭാരം കൊണ്ട് ക്ഷീണിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം ഇല്ലായ്കയോ അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കാത്തതോ കൊണ്ടോ ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾ കൂടാനായിട്ട് സാധ്യത കാണുന്നു. വാക്ക് തെറ്റിച്ച് പറയുന്നത് കൊണ്ട്, വാക്ക് വ്യത്യാസം കാണിക്കുന്നതുകൊണ്ട് ചില വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലമായ സഹകരണം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതായത് ഗവൺമെൻറ് തലത്തിലുള്ള തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതുപോലെയുള്ള ജോലി, ജലസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഇന്ന് അത്ര ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കുകയില്ല. വളരെ വൈകി ചില സമാധാനങ്ങളൊക്കെ വന്ന് ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമല്ല, എന്നാൽ ദോഷാധിക്യമാണ് കാണുന്നത്. പകൽ മുഴുവനും സംഘർഷത്തിൻ്റെ സമയമായിരിക്കും. ചില നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം തടസ്സങ്ങളും മുടക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൈകുന്നേരം വരെ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ഇടപെടാനും ടാക്സ് മുതലായ കാര്യങ്ങൾ കൊണ്ടാകുന്ന ചില വിഷമതകളും അതേപോലെ പണം മറിക്കാനോ പിരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഗ്രഹത്തിൽ ചില അലോരസങ്ങളൊക്കെ ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകുവാനും ചില മാനസിക പിരിമുറുക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ കലഹം വളരെ നാൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വൈകുന്നേരത്തോടു കൂടി ഈ സമയം നല്ലതായിരിക്കും. ആദായം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. എങ്കിലും മനസ്സ് കലുഷിതമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അടിസ്ഥാനമായി വേണ്ടത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഏർപ്പെടുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലഹത്തിനും കേസിനും വഴക്കിനും ഒക്കെ സാധ്യത തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. വൈകുന്നേരത്തോടുകൂടി വളരെ ആശ്വാസകരമായ ചില മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ മറുപടികളോ ഒക്കെ ലഭിക്കുന്നതും ആയി കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ ഔദ്യോഗിക രംഗത്ത് ഉണ്ടാകുന്ന ചില മാനസിക സംഘർഷങ്ങളും അതേപോലെ അപമാനങ്ങളും ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യത ഉണ്ട്. ചിലർക്ക് ഉദ്യോഗം തന്നെ നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. അതേപോലെ പഴയ വഴക്കുകളോ കലഹങ്ങളോ ഒക്കെ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട്. ഇതൊഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ഇന്ന് ഉണ്ടാകുന്നതല്ല.
ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസം ആയിരിക്കുകയില്ല. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കോ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കോ ഒക്കെ ഇന്ന് വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. പരീക്ഷ നടക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ശ്രദ്ധയും ഈശ്വര പ്രാർത്ഥനയും കൊണ്ട് പരിഹരിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാത്രമാണ് ഉള്ളത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. തുലാക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ടതാണ്. ബിസിനസ്സുകാർക്ക് അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്ന ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. ശാന്തമായ ചില ഗ്രഹാന്തരീക്ഷങ്ങൾ കലുഷിതമാകാനായി സാധ്യതയുണ്ട്. ചില കലഹങ്ങൾ വലിയ അന്തഃഛിദ്രത്തിലോട്ട് എത്താനായിട്ട് സാധ്യത കാണുന്നു. ശുദ്ധമായ ചിന്താഗതിയോടുകൂടി സത്യസന്ധമായി മുൻപോട്ട് പോവുകയും ഈശ്വര പ്രാർത്ഥന ശക്തമാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ അനുകൂലമായ സാഹചര്യത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില സംരംഭങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ചില ആശങ്കകൾക്ക് വഴിയുണ്ട്, സാധ്യത ഉണ്ട്. എന്നാൽ സന്താനങ്ങളുടെ ഉപരിപഠനത്തിനോ അവരുടെ ഉന്നമനത്തിനോ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, ആയുധം കൊണ്ട് ഉള്ള ജോലി ചെയ്യുന്നവർക്ക്, പറമ്പിലെ പണി അങ്ങനെയുള്ള വയലിലെ പണി ഒക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമാണെങ്കിലും ചില മുറിപാടുകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. വാഹനം തൊഴിലാക്കിയവർക്ക്, വാഹന കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസം ആയിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. എന്നാൽ ദോഷാധിക്യമാണ് കൂടുതലായി കാണുന്നത്. അസുഖങ്ങൾ, കഴുത്ത് വേദന, നടുവ് വേദന, കാലുവേദന തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഇന്ന് ശക്തമാകാനായിട്ട് സാധ്യതയുണ്ട്. ചില പകർച്ചവ്യാധികൾ വന്ന് സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം, ബിസിനസ് കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വലിയ ബിസിനസ് നടത്തുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും വലിയ ദോഷമില്ലാത്തൊരു ദിവസമാണ്. കേസ്, വഴക്ക് അതുമായൊക്കെ ബന്ധപ്പെട്ടവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പറഞ്ഞ് തീർക്കാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറിൻ്റെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമാണ്. എങ്കിലും ഗ്രഹത്തിൽ ചില കലഹങ്ങൾ, സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സഹോദരങ്ങളുമായി കലഹങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന യാത്രയ്ക്ക് സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ബിസിനസ്സുകാർക്ക് വളരെ നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഏതെങ്കിലും സ്വതന്ത്രമായ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ഉള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ പ്രതികൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായി ഇന്ന് കുറച്ച് ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. അതൊഴിച്ചാൽ ബാക്കി ചില കാര്യങ്ങളിലൊക്കെ നല്ല അനുകൂലമായ ദിവസമാണ്. ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും.
അതേപോലെ ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് ഒക്കെ ഇന്ന് വളരെ നല്ല ഒരു ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും. ഷെയറിലൊക്കെ പണം നിക്ഷേപിച്ചാൽ ലാഭം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെ കാണുന്നു. ചില ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോകുന്നതാണ്. പുതിയ സുഹൃത്തുക്കളുമായി പരിചയപ്പെടാനും സമയം ചെലവഴിക്കാനുമൊക്കെ നല്ല ദിവസമാണ്. എന്നാൽ ഒരു പണമിടപാടുകളും ഇന്ന് നടത്തുന്നത് അനുകൂലമായിരിക്കുകയില്ല. രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്തെങ്കിലും പുതിയ സ്ഥാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് പേര് ലഭിക്കാൻ, സൽപ്പേര് ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. അറിയാത്ത ചില കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അത് എല്ലാവർക്കും പൊതുവായി എല്ലാവർക്കും വരുന്ന ഒരനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ ദീർഘയാത്ര, ദൂരയാത്ര, വിദേശയാത്ര, വിദേശ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വിദേശത്തിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതിമുക്കാൽ. കുംഭക്കൂറുകാർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. ഇന്ന് സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. ജോലിഭാരം കുറഞ്ഞ ദിവസമായിരിക്കും. അതേപോലെ പ്രതീക്ഷ ഉളവാകുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഷെയറിലോ അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിലോ മറ്റോ നിക്ഷേപിക്കുന്നവർക്ക് ഇന്ന് ലാഭം ലഭിക്കുന്ന ദിവസമാണ്. മത്സ്യബന്ധനക്കാർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും അത്ര തന്നെ ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ദീർഘമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും ഇന്നത്തെ ദിവസം ഉചിതമല്ല. അതേപോലെ കായികമായി അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ഇന്നലകളിലുണ്ടായിരുന്ന ആശങ്കകൾക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ ഒരു അറുതി വരുന്ന ദിവസമാണ്. സ്വന്തം ആൾക്കാരുമായി ആശയവിനിമയം നടത്തി എല്ലാ കാര്യത്തിനും സമാധാനപരമായ ഒരു വഴി കണ്ടെത്തുന്ന ദിവസമായിരിക്കും. പങ്കാളിയുമൊത്തുള്ള കൂടി ആലോചനയിൽ വ്യക്തത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കാര്യങ്ങളെല്ലാം സുഗമമായി മുൻപോട്ട് പോകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക്, IT ഫീൽഡിലുള്ളവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ പ്രോജക്റ്റുകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. വിദേശത്തിരിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. കലാരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവരെയും പരമാത്മാവ് കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.